തെരുവുനായ ആക്രമണങ്ങൾ പെരുകുന്നതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ നിന്ന് അവയെ നീക്കം ചെയ്യണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. തെരുവുനായകളുടെ കടിയേറ്റ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുവോ മോട്ടു നടപടിയുടെ ഭാഗമായാണ് കേസ് പരിഗണിച്ചത്. തെരുവുനായകൾ പൊതുസ്ഥാപനങ്ങൾക്കടുത്ത് പ്രവേശിക്കാതിരിക്കാൻ അധികൃതർ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ തെരുവുനായകളെയും ഉടൻ തന്നെ പിടികൂടി വന്ധീകരണത്തിന് വിധേയമാക്കണമെന്നും അവയെ അതിനുശേഷം സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും ഉത്തരവിൽ പറയുന്നു. നായകളെ പിടികൂടിയ ശേഷം പിന്നീട് അവയെ പിടിച്ച ഇടങ്ങളിൽ തന്നെ വീണ്ടും കൊണ്ടുവിടുന്ന പ്രവണതയ്ക്കെതിരെയും കോടതി ഉത്തരവുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും മുനിസിപ്പൽ അധികൃതർ സ്ഥിരമായി പരിശോധനകൾ നടത്തണമെന്നും എവിടെയും തെരുവുനായകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉണ്ടാകരുതെന്നും ശക്തമായ ഭാഷയിൽ കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കോടതി നിർദ്ദേശിച്ച അനിമൽ ബർത്ത് കൺട്രോൾ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലുണ്ടായ പിഴവുകൾ ഉടൻ പരിഹരിക്കണമെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാരിയ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിച്ച ഈ ഉത്തരവ് എത്രത്തോളം പ്രായോഗികമാകുമെന്നത് സർക്കാർ അധികൃതരുടെ ആത്മാർത്ഥത ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കോടതി ഉത്തരവ് പാലിക്കാൻ അധികാരികൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയേ മതിയാകൂ എന്നർത്ഥം. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വ്യക്തമാക്കുന്ന സമഗ്രമായ അഫിഡവിറ്റുകൾ അടുത്ത ഹിയറിംഗിന് മുൻപ് സമർപ്പിക്കണമെന്ന കോടതി നിർദ്ദേശവും സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ പ്രവൃത്തികളിൽ അലംഭാവം കാണിച്ചാൽ അത് ഗുരുതരമായി കാണപ്പെടുമെന്ന കോടതിയുടെ മുന്നറിയിപ്പ് അതാത് പ്രദേശങ്ങളിലെ അധികൃതർ ഗൗരവപൂർവ്വം പാലിക്കുമെന്ന് തന്നെ നമുക്ക് ആശിക്കാം. ന്യൂഡൽഹി പ്രദേശത്ത് കുട്ടികളടക്കമുള്ളവർ തെരുവുനായ കടിയേറ്റ് റേബിസ് ബാധിച്ച് മരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് പരിഗണിച്ചാണ് കഴിഞ്ഞ ജൂലൈ 28-ന് സുപ്രീം കോടതി സുവോ മോട്ടു കേസ് ആരംഭിച്ചത്. ദേശീയ പാതകൾ, സംസ്ഥാന പാതകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും തെരുവിൽ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയും നീക്കം ചെയ്യാൻ സംസ്ഥാനങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റിയും കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ ദേശീയപാതയിലും തെരുവ് കന്നുകാലികളെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജീകരിക്കണമെന്നും എല്ലാ സംസ്ഥാനങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ ഈ ഉത്തരവുകൾ കർശനമായി പാലിക്കുന്നതിൽ ഉറപ്പു നൽകണമെന്നും കോടതി നിർദ്ദേശിക്കുകയാണ്. കന്നുകാലികൾക്കും മറ്റു മൃഗങ്ങൾക്കും അഭയകേന്ദ്രങ്ങളിൽ ആവശ്യമായ പരിപാലനവും സൗകര്യങ്ങളും ലഭ്യമാക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായാൽ ബന്ധപ്പെട്ട അധികാരികളെയാണ് ഉത്തരവാദികളാക്കുക എന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് ദേശീയ തലസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും തെരുവുനായ കടിയേറ്റ കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് എല്ലാ തെരുവുനായകളെയും താമസ മേഖലകളിൽ നിന്ന് അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. അഭയകേന്ദ്രങ്ങളിൽ നായകളുടെ വന്ധീകരണവും വാക്സിനേഷനും നടത്താനും പ്രൊഫഷണൽ ജീവനക്കാരെ നിയോഗിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. തെരുവുനായ പ്രശ്നത്തെ ഗുരുതരമായ അവസ്ഥയെന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. നായകളെ പിടികൂടുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പേവിഷബാധയുള്ളതോ അക്രമ സ്വഭാവം കാണിക്കുന്നതോ ആയ നായകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായില്ല. പൊതുസ്ഥലങ്ങളിൽ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഫീഡിംഗ് സ്പേസുകൾ സജ്ജമാക്കണമെന്നും നിയമലംഘനത്തിന് കർശന നടപടി ഉണ്ടാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നതിൽ തർക്കമില്ല. തെരുവുനായ ശല്യം ആശങ്കാജനകമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് പരിഗണിച്ചുകൊണ്ട് ശക്തമായ ഭാഷയിലുള്ള കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ഉത്തരവിന്റെ പാലനത്തിനായി എന്ത് ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് കൂടി ഗൗരവപൂർവ്വം അവലോകനം ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ ഒട്ടുക്കുള്ള പൊതുജനങ്ങൾ ദശാബ്ദങ്ങളായി അനുഭവിച്ചു വരുന്ന തെരുവുനായ ശല്യം ഇനിയെങ്കിലും അവസാനിക്കാനുള്ള നടപടികളുടെ പ്രായോഗിക ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയാൽ അതിന് ഒരു അറുതി വരുത്താനാകും. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി പലപ്പോഴും അത്തരം ശ്രമങ്ങൾ വെറും ആരംഭ ശൂരത്വമായി ഒതുങ്ങുകയാണ് പതിവ്. ഇന്ന് നഗരവേദികളിൽ അലഞ്ഞു നടക്കുന്ന തെരുവുനായകൾ ജനിപ്പിക്കുന്ന ഭീതി ചെറുതല്ല. പേവിഷബാധ എന്ന ആശങ്കയ്ക്കൊപ്പം നായയുടെ കടിയേൽക്കാൻ ഇടയുണ്ടെന്ന ഭീതിയോടെ റോഡുകളും പൊതുസ്ഥലങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ അടക്കമുള്ളവരുടെ മാനസികാവസ്ഥ കാണാതെ പോകരുത്. പൊതുസ്ഥലങ്ങളിൽ നായകൾക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹികളും മാലിന്യം വലിച്ചെറിയുന്ന സംസ്കാര ശൂന്യരായ നാട്ടുകാരുമൊക്കെ ഈ തെരുവ് നായകളുടെ വർധനയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത്തരം പ്രവൃത്തികളിലും ഒരവസാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഉത്തരവ് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ ആ ഉത്തരവ് പാലിച്ച് സർക്കാർ സംവിധാനങ്ങൾ കുറച്ചുകൂടെ ഗൗരവപൂർണമായ ഇടപെടലുകളും ഉണ്ടായാൽ മാത്രമേ ആശങ്ക അവസാനിക്കുകയുള്ളൂ.